ഹലോ. അപ്പം ഇന്നൊരു വാട്ട ഈറ്റിനിടയാണ് കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്മ കട്ടൻ ചായയും റവ ഉപ്പുമാവില്ല അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ഉപ്പുമാവും കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. പിന്നെ നമ്മളൊരു ഉച്ചരായിട്ടില്ല, ഉച്ചേക്കാലായിട്ടുള്ളൂ. കാരണം ഒരു 12 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി വന്നിട്ട് നല്ല വാഴൻ്റെ ഇലയിൽ നമ്മുടെ ഇതെന്താ തൈര് തൈരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അച്ചാർ, പപ്പടം, പിന്നെ ഫിഷ് ബിരിയാണി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫിഷ് ബിരിയാണി. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണിയൊക്കെ ഇത്ര രസത്തിൽ കഴിക്കുന്നത്. അത്ര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോന്നപ്പോൾ അവരോട് പറയുകയും ചെയ്തു നല്ല ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടോ. ഭയങ്കര കസ്റ്റമർ സർവീസ് അയാൾ ഓണറായിരുന്നത്, അയാൾ തന്നെ നല്ലപോലെ സർവീസൊക്കെ നടത്തിയിട്ട് അത് ഭയങ്കര എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ബിരിയാണി. കാരണം ആ ബിരിയാണിയൊക്കെ ആവുന്ന ടൈമിലാണ് നമ്മൾ കയറി ചെന്ന് ബിരിയാണി ഉണ്ട് ചേട്ടാന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ അത്രയും ആ ചൂടിൽ കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പപ്പടവും അച്ചാറും തൈരും ഇപ്പോഴും എനിക്ക് വായിന്ന് ഇങ്ങനെ വെള്ളം പോട്ടെ. പിന്നെ അതൊക്കെ കണ്ട് നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മളൊരു കൂൾ ബാറൊക്കെ ഇട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താറായപ്പോൾ നമ്മളൊരു കട കണ്ടിട്ട് അവിടെ നിന്ന് ബ്രെഡ് ഓംലേറ്റും പിന്നെ ഇതെന്താ ചന്ന മസാലയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, അതും കൂടെ കഴിച്ചു. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. ഞാൻ മറ്റേ സാധനം കഴിച്ചില്ല, എനിക്കത് അത്ര താല്പര്യമില്ല. കടലയും അതും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ബ്രെഡ് ഓംലേറ്റില്ല, അത് നല്ലപോലെ കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ വൈകിട്ട് ഇത് 2 കട്ടൻ ചായയും പിന്നെ ഇതെന്താണ് പാവ് ബജി അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. ബണ്ണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു മസാല ബോണ്ടല്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം. പക്ഷേ ഞാൻ കരുതി ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് കരുതി, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ചൂട് കട്ടൻ ചായ, നല്ല തണുപ്പും ചൂട് കട്ടൻ ചായ. എൻ്റെ പൊന്നെ, കട്ടൻ ചായ കുടിച്ച് ഒരു പരിവായി. പിന്നെ രാത്രി നമ്മൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് പകുതി എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് 160 രൂപ. എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലായി തോന്നി. പക്ഷേ റേറ്റ് കൂടുതലാണെങ്കിലും എന്ത് ടേസ്റ്റ് എന്നറിയോ. ഇപ്പം നാട്ടിലൊക്കെ ചിക്കൻ ബിരിയാണി കൂടെ മുട്ട കിട്ടൽ കുറവാണ്, പക്ഷേ ഇവിടെ മുട്ട ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ബിരിയാണി കൊള്ളൂലെന്ന്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, നല്ല ബിരിയാണി. ഞങ്ങൾ പിന്നെ ഇത് വാങ്ങിച്ച് പോരുന്ന ദിവസം വീണ്ടും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം മതിയാകത്തോണ്ട് വീണ്ടും ഞങ്ങളുടെ ഇലയൊക്കെ വടിച്ച് ഇലയൊക്കെ ഫുള്ളാക്കി കഴിച്ചിട്ട് അത്രയും രസമുണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ ഒരു ബിരിയാണി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ രാത്രി പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം, ഇത് സോയയും കൊണ്ട് നമ്മുടെ സോയാബീനില്ലേ അതും കൊണ്ട് ഉണ്ടാക്കിയൊരു സോയാ ചില്ലിയോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞവർ, അതായിരുന്നു. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് സോയാബീൻ വെച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. ആവൊക്കെ പുള്ളിപ്പോയിട്ട് ആക്രാന്തം കൊണ്ട് നമ്മൾ വീണ്ടും അത് തന്നെ ഇരുന്ന് കഴിച്ച് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രാവശ്യമൊക്കെ ഇരുന്ന് കഴിക്കാൻ അത്രേ പറ്റുള്ളൂ. നമ്മൾ ബിരിയാണിനെ പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ സാധനമൊന്നും അല്ല കേട്ടോ ഈ ഒരു സാധനം. അതിൻ്റെ കൂടെ പാസ്ത അല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ. പാസ്ത തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെയാണ് ഇട്ടിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റും, നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ടാറ്റാ.